ഹായ് നമസ്കാരം, ഞാൻ വിഷ്ണീത്. നമുക്കെന്നും പോകാറുള്ള പോലെ ചെറിയൊരു യാത്ര പോവാം. നിങ്ങളും കൂടെ കാണണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര വേൾഡിലെ ലാർജസ്റ്റ് വാട്ടർ പാർക്കായ അറ്റ്ലാന്റിസ് അക്വഞ്ചറിലേക്കാണ്. ഈ യാത്ര ഞാൻ പൂർണ്ണമായും ചിലവില്ലാതെ നടത്തിയൊരു യാത്രയാണ്. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ ഇടയ്ക്ക് പറയാം. ദുബായ് മറീനയിൽ നിന്ന് അറ്റ്ലാന്റിസിലേക്ക് മോണോ റെയിലുണ്ട്. അതൊരു പൊളി യാത്രയാണ്. ഞാനും ഫ്രണ്ടും കൂടിയാണ് പോയത്. ദുബായ് പാമിലാണ് ഈ വാട്ടർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതിലൊന്ന് കയറണമെന്ന്. ഈ കാണുന്ന വാട്ടറിൻ്റെ അടിയിൽ കൂടെയാണ് ഞാൻ ഡെയിലി പോകാറ്, അണ്ടർപാസിലൂടെ. പാമിലെ ലാസ്റ്റ് റിങ്ങിനകത്ത് സെൻട്രലായിട്ടാണ് ഈ അറ്റ്ലാന്റിസ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്നാണ് ഈ വാട്ടർ പാർക്കുള്ളത്. അങ്ങനെ പാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ഒരു 10 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ അവിടെ പാർക്കിലേക്ക് എത്തി. നമ്മൾ മൊത്തം 4 പേരുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവരെത്തി. ഇത് ചൂട് സമയമായതിനാൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ടിക്കറ്റൊക്കെ പെട്ടെന്ന് കിട്ടി. ഈ ടിക്കറ്റ് അവിടെ കാണിച്ചാൽ നമുക്കൊരു ബാൻഡ് തരും, ഒരു വാച്ച് പോലെ. ആ ബാൻഡാണ് നമ്മൾ പിന്നെ അകത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനം. അകത്തുള്ള എല്ലാ കാര്യങ്ങളും ടാപ്പ് ചെയ്യാൻ ഈ വാച്ചാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. കല്ലൊക്കെ ചുട്ട് പൊള്ളുന്ന പോലെയാണ്. അങ്ങനെ അവർ ഫ്രീ ആയിട്ട് സോക്സ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയൊരു പെയർ. നേരത്തെ കിട്ടിയ വാച്ച് തന്നെയാണ് നമ്മൾ ലോക്കറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ടാപ്പ് ചെയ്താൽ നമുക്ക് ലോക്കർ ഓപ്പൺ ആയി വരും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ഒന്ന് ഗോവയിലേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. പിന്നെ തിരക്കാവുന്നതിന് മുമ്പേ റൈഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യമായിട്ടല്ല, ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് വന്നതെന്ന് ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലും ഈ അറ്റ്ലാന്റിസും ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോട്ടലും ഈ അറ്റ്ലാന്റിസും എല്ലാം ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് ഫ്രീ എൻട്രിയാണ്. ഇവിടെ പൈസ ഇല്ലാതെ നമുക്ക് എൻട്രി ചെയ്യാം. നമ്മളെ ഹോട്ടൽ കാർഡ് വെച്ച് നമുക്കിവിടെ ഫ്രീ ആയിട്ട് വരാം. ഇവിടെ പ്രധാനമായും 3 ടവറാണുള്ളത്. ഓരോ ടവറിനകത്തും 7-8 റൈഡുകളുണ്ട്. നമുക്കെല്ലാം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെ വലിയൊരു അക്വേറിയം ഉണ്ട്. അതിനകത്ത് ഷാർക്കും എല്ലാ തരം മീനുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തുകൂടി ഒരു റൈഡുണ്ട്. അവിടെ നിന്ന് അതിനകത്തുകൂടി ട്യൂബിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാ മീനുകളും സ്രാവും എല്ലാം അതിന് മുകളിൽ കൂടെ പോകുന്നതെല്ലാം കാണാൻ പറ്റും. ഇന്നെന്തോ അധികം മീനൊന്നും മുകളിൽ കണ്ടില്ല. അല്ലെങ്കിൽ അധികവും സ്രാവൊക്കെ ഉണ്ടാവാറുണ്ട് മുകളിൽ. ഇതിൻ്റെ സൈഡിലായി കാണുന്നതാണ് ഇതിനിടയ്ക്ക് ഓപ്പണായ റോയൽ അറ്റ്ലാന്റിസ്. വീക്കെൻഡിലോ സീസൺ ടൈമിലോ ആണ് ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ക്യൂ നിന്നിട്ട് തന്നെ നമ്മളെ ടൈം മൊത്തം ഇവിടെ പോകും. ഇത് നമ്മൾ വന്നതൊരു വെനസ്ഡേയോ മറ്റാണ്, അതുകൊണ്ട് അധികം ക്യൂവും തിരക്കൊന്നും ഉണ്ടായില്ല. ഇവിടെ ഒരുപാട് ടൈപ്പ് സിംഗിൾ റൈഡും ഗ്രൂപ്പ് റൈഡൊക്കെ ഉണ്ട്. സെക്കൻഡ് ടവറിൽ അധികവും ഗ്രൂപ്പ് റൈഡാണ് ഉള്ളത് കൂടുതൽ. കൂടുതലെല്ലാവരും പിന്നെ നല്ല ധൈര്യശാലികളായതുകൊണ്ട് അധികം റൈഡിലൊന്നും കയറിയില്ല. നമ്മൾ ഡേഞ്ചർ സാധനത്തിലൊന്നും കയറിയില്ല. ഒപ്പിച്ച് പോകുന്ന കുഴപ്പമില്ലാത്തെല്ലാം കയറി. എൻ്റെ കാർഡ് അവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ കാർഡ് വെച്ചിട്ടാണ് വന്നത്. അറ്റായിട്ട് നമുക്കൊരു 8 പേര് വരെ പോകാൻ പറ്റും ഈ കാർഡ് വെച്ചിട്ട്. ഇതാണ് ബ്ലാക്ക് ഔട്ട്. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റൈഡാണിത്. ആദ്യമൊക്കെ പോകുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും, അവസാനമാണ് ഒരു ട്വിസ്റ്റ് വരിക. എല്ലാവരോടും ഞാനിത് സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് കയറ്റി. റൈഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും സൈഡായി. കാണുമ്പോൾ സിമ്പിളായിരിക്കും, കയറിയാലറിയാം സ്വർഗം കാണും മക്കളെ. നമുക്ക് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കവർ ചെയ്യാൻ പറ്റി. ഏകദേശം 3:30 അടുപ്പിച്ച് ഓൾമോസ്റ്റ് എല്ലാ റൈഡും നമ്മൾ കവറാക്കി അവിടുത്തെ. നമുക്ക് പിന്നെ ട്രാൻസ്പോർട്ടേഷനും പൈസ വരുന്നില്ല. നമ്മൾ ഹോട്ടൽ ഇതിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവിടെയൊക്കെ കമ്പനി ബസ് ഉണ്ട്, അപ്പോൾ അതിൽ വരാം. അതുകൊണ്ട് അതിൻ്റെ പൈസ വേണ്ട. പിന്നെ മോണോ റെയിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ് അതിൽ വന്നത്. റൈഡൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളെ കമ്പനീൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് അതിനകത്ത്. അവിടെ പോയി. അവിടെ നമുക്ക് ഫുഡിന് 50% ഓഫുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു കോംബോ എടുത്ത് തട്ടി. ഫുഡ് കഴിച്ചാൽ കുറച്ച് റെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ജാക്കറ്റ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. അവിടെ പിന്നെ ജാക്കറ്റ് ഇല്ലാതെ ആരും ഇറക്കില്ല വെള്ളത്തിൽ. എത്ര നീന്തലറിയുന്നവനായാലും ജാക്കറ്റ് ഇടാതെ ഇറക്കില്ല.
പിന്നെ ഓരോ ഏരിയയിലും തമ്മിൽ കാണുന്ന രീതിയിൽ ലൈഫ് ഗാർഡും ഉണ്ടാവും. ഈ ചൂടത്ത് കുറച്ച് നേരം വെള്ളത്തിൽ കുളിക്കുന്നത് ഒരു രസമാണ്. ഒരോളത്തിലങ്ങ് നീന്തി പോവാം. പിന്നെ നായകൻ ചാടുമ്പോൾ ക്യാമറമാനൊപ്പം ചാടണമല്ലോ, അതാണല്ലോ ഒരിത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സർഫിങ് കണ്ടപ്പോൾ ഒരു പൂതി, അതിലും കയറാം. വിചാരിച്ച പോലെയല്ല, നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. 2-3 വട്ടം വിചാരിച്ചു ട്രൗസർ ഊരിപ്പോയിന്ന്. അത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു ഇൻട്രസ്റ്റാണ് ചെയ്യാൻ. എന്ത് ചെയ്യാനാ, ട്രൗസർ ചതിച്ചാശാനെ. ഇത് കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ ഡെഡായി. പിന്നെ അപ്പം തന്നെ സമയമായി, നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കൂടെ കാണണേ.